ഹായ് ഓൾ വെൽക്കം ടു എൽ എൻ അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിനെ കുറിച്ചാണ്. CUET PGയുടെ സ്കോർ കാർഡൊക്കെ വന്നു. അപ്പോൾ സ്കോർ നോക്കുന്ന സമയത്ത് കുറച്ച് മാർക്ക് കുറവുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യും എന്നറിയില്ല. ഇത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യും കിട്ടുമോ എന്നൊക്കെ ഡൗട്ടുള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത്. നമ്മൾ ടോപ്പ് ലിസ്റ്റ് ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റുന്ന അറ്റ് ദ സെയിം ടൈം തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫണ്ടിങ് ഒരുപാട് വരുന്ന ഒരുപാട് പ്രൊജക്റ്റുകളൊക്കെ നടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം നിങ്ങളുടെ ഒരു അക്കാഡമിക് ലെവലിൽ അത് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പോകാൻ പറ്റുന്ന ഒരുപാട് മലയാളീസ് പഠിക്കുന്ന അതോടൊപ്പം തന്നെ നമുക്ക് നോർത്ത് ഇന്ത്യൻ വൈബ് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നമ്മുടെ CUETയുടെ സ്കോർ കാർഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് CUP.edu.in എന്ന് പറയുന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? PG അഡ്മിഷൻ 2026-27 കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരെ അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്നുണ്ട് CUPB എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഓൺലൈൻ കൗൺസിലിംഗ് ഫോർ PG പ്രോഗ്രാംസ് ഈ ഒരു അക്കാഡമിക് സെക്ഷനിലേക്കുള്ളത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തിന്റെ ബേസിസിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CUET PG എക്സാമിന്റെ ബേസിലായിരിക്കും. അപ്പം CUET PG അപ്പിയർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3 സബ്ജക്ട്സ് അല്ലെങ്കിൽ 3 പ്രോഗ്രാംസ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മാക്സിമം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ CUET PG എക്സാം എഴുതി കഴിഞ്ഞ ആളുകളായിരിക്കുമല്ലോ. അപ്പം അവർ ഓൺലൈൻ കൗൺസിലിംഗ് പോർട്ടൽ, അതായത് നമ്മൾ എങ്ങനെയാണോ CUETക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ CUPBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പം കൗൺസിലിംഗ് ഫീസ് അവർ വാങ്ങുന്നുണ്ട്. കൗൺസിലിംഗ് ഫീസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു എമൗണ്ട് നോക്കുന്ന സമയത്ത് അത് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഓക്കെ, ആൻഡ് അത് കുറച്ച് കൂടുതലാണ്. നോക്കുന്ന സമയത്ത് 1000 രൂപയാണ് ജനറൽ OBC EWS കാറ്റഗറിക്ക് വരുന്നത്. 500 രൂപയാണ് SC ST PWD കാറ്റഗറിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സൈറ്റ് CUP CUET.സമർത്ത് ഈ ഒരു പോർട്ടലിൽ ത്രൂ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അതൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ അഡ്മിഷൻ എടുക്കുകയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അഡ്മിഷൻ ഫീസ് അടിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തണം. അതർവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആയി പോകും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഓൺലൈൻ കൗൺസിലിംഗ് പോർട്ടൽ ത്രൂ ആയിരിക്കണം ഇൻ കേസ് നിങ്ങൾ വിത്ഡ്രോ ചെയ്യാണ് നിങ്ങളുടെ സീറ്റ് എങ്കിൽ ഒരു ക്യാൻസലേഷൻ ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അത് ഏതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ PDF-ന്റെ അണ്ടറിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലെ, അതായത് കട്ട് ഓഫ് കുറച്ച് കുറവായത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, CUPBയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കട്ട് ഓഫിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പം ഇംഗ്ലീഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന ആള് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് വെച്ചിട്ട് 175 മാർക്ക് കിട്ടിയിട്ടുള്ള ആൾ പോലും എന്ത് ചെയ്തിട്ടുണ്ട്, കയറി പോയിട്ടുണ്ട്. ഹിസ്റ്ററി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 100 മാർക്ക്. ജനറൽ കാറ്റഗറി പറയുമ്പോൾ OBC അതേപോലെ EWS അല്ലെങ്കിൽ SC ST കാറ്റഗറിക്കാർക്കൊക്കെ വളരെ കുറഞ്ഞ മാർക്ക് മതിയാവും. ഓക്കെ, അതും കൂടെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം. സുവോളജി ആണെന്നുണ്ടെങ്കിൽ 135 മാർക്കാണ് ജനറൽ കാറ്റഗറിക്ക് വന്നിട്ടുള്ളത്. കെമിസ്ട്രി പറയുന്ന സമയത്ത് ബിലോ 100 കിട്ടിയിട്ടുള്ള ജനറൽ കാറ്റഗറിയിൽ പെട്ട കുട്ടി പോലും എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വട്ടം അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കട്ട് ഓഫ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, നമ്മളത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വരെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൺഡേ 7/6/2026 വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, ഇനി നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് 9/6/2026 ആണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിറ്റ് ഫീ എന്ന് പറയുന്നത് 14/6/2026 ആണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പം ബേസിക് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ്. അവരുടെ PG പ്രോസ്പെക്ടസ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പം ഇത് നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്കൊരു
പോകുന്നതിന് മുൻപായിട്ട് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് കൂടിയിട്ട് സ്കൂളായിട്ടാണ് പറയാം. ഓക്കെ, അപ്പോൾ സ്കൂൾ ഓഫ് ബേസിക് സയൻസിന്റെ അണ്ടറിലാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അപ്ലൈഡ് അഗ്രികൾച്ചർ വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ കെമിസ്ട്രി, അതേപോലെ ബയോടെക്നോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോട്ടണി, ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിലൊക്കെ ഏത് കോഴ്സുകളാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF നിന്ന് കണ്ടെത്താം. ഓക്കെ, അതായത് സപ്പോസ് നിങ്ങൾ ഇപ്പോൾ MSc ബയോ കെമിസ്ട്രിക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈഫ് സയൻസ് ഓർ റിലേറ്റഡ് ഫീൽഡ് വിത്ത് 50% മാർക്ക് എന്ത് ചെയ്യണം, ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടിക്ക് വേണം. ഇനി 45% മാർക്കാണ് ആർക്ക് വേണ്ടത്, SC ST OBC NCR PWD കാറ്റഗറിയിലുള്ള ആൾക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ സീറ്റിന്റെ ഇൻടേക്ക് പറയുന്നുണ്ട് 35 ആണ് എന്നുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ കോഴ്സ് അതേപോലെ നമ്മൾ എലിജിബിൾ ആണോ എന്നുള്ളതും, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, CUETയിൽ ആ ഒരു ടെസ്റ്റ് പേപ്പർ കോഡ് ഉള്ള എക്സാം എഴുതിയിട്ടുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ, അതായത് സീറ്റിന്റെ എണ്ണം പറയുമ്പം 1400ഓളം സീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഏതാ നോക്കുക. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി, ഞാൻ നേരത്തെ പറഞ്ഞു ഹിസ്റ്ററിക്കൊക്കെ 100 മാർക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ലൈ ചെയ്യാൻ മിസ്സാക്കരുത്, മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക. MA ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് ഹിസ്റ്ററി പറയുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത് ഹിസ്റ്ററിയിലായിരിക്കണം, അല്ലെങ്കിൽ ആ സബ്ജക്റ്റ് പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് 35 സീറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവിടെ സീറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡ്മിഷൻ ക്രൈറ്റീരിയ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് റീഫണ്ടിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ആ ഒരു നിമിഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു PDF, ഇതിപ്പോൾ ഒരു 40 പേജുള്ള ഒരു PDF ആണ്. അപ്പം നിങ്ങളത് ഫുള്ള് റീഡ് ചെയ്യുക. ഇവിടെ റീഫണ്ട് പോളിസി ഒക്കെ പറയുന്നുണ്ട്. 100% റീഫണ്ട് ഉണ്ടാകും. ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ ജസ്റ്റ് അതിന് മുൻപായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഇത് എമൗണ്ട് കിട്ടും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് സംഭവങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. പക്ഷേങ്കിൽ ഒരു 5% റീഫണ്ട് എമൗണ്ട് ഇന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്, പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ് ഇതേപോലെ നമ്മളോട് പറയുന്നുണ്ട്. ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ അവിടുന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പിടിക്കും എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അവിടുത്തെ ഫീസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫീസ് വരുന്ന സമയത്ത് സെമസ്റ്റർ വൈസ് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ് MA ഹിന്ദി അല്ലെങ്കിൽ MA പഞ്ചാബി എടുക്കുന്ന സമയത്താണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സെമസ്റ്ററിൽ ഈ ഒരു ഫീസ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു MA MCOM ഇങ്ങനത്തെ കോഴ്സുകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു എമൗണ്ട് ആയിരിക്കും, 16,000 അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് വരുന്നുണ്ട്. നമുക്ക് പോകുന്ന MSc അതേപോലെ MA കോഴ്സുകളൊക്കെ ആണല്ലോ അല്ലെ. അപ്പോൾ MSc നോക്കുന്ന സമയത്ത് MSc MA ജിയോളജി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ 20,000 ഈ ഒരു എമൗണ്ട് വരും. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ എത്രയാണ്, സെക്കൻഡ് സെമസ്റ്ററിൽ എത്രയാണ്, തേർഡിൽ എത്രയാണ്, ഫോർത്തിൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അപ്പം ഇതായിരിക്കും നിങ്ങളുടെ ഫീസ് ആയിട്ട് വരുന്നത്. അതല്ലാതെ അഡീഷണൽ ഫീസ് പറയുന്നുണ്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അതായത് നമുക്ക് ടൂർ അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇപ്പോൾ ബോട്ടണി ഒക്കെ എന്നുണ്ടെങ്കിൽ 5,000 റുപ്പീസ് നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് ഫീൽഡ് ട്രിപ്പിനായിട്ട്. അപ്പോൾ ഈ രീതിയിലാണ് വരുന്നത്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റൽ ഫീസിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹോസ്റ്റൽ ഫീ എന്ന് പറയുമ്പോൾ നോർമൽ, അതായത് SC ST കാറ്റഗറി അല്ലാത്ത ആളുകൾക്ക് ഈ ഒരു എമൗണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഡെപ്പോസിറ്റ് ആയിട്ട് അഡ്മിഷൻ്റെ ടൈമിന് കൊടുക്കേണ്ടതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെമസ്റ്റർ മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു എമൗണ്ട് വരുന്നത്. പ്ലസ് ഒരു മെയിൻ്റെനൻസ് ചാർജ് ആയിട്ട് 2,000 കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ ഹോസ്റ്റൽ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ സെന്റർ, ട്രാൻസ്പോർട്ട്, മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫൈൻ. ഇനി നമ്മൾ അടുത്തത് മൂവ് ചെയ്യുന്നത് പേജ് നമ്പർ 33ലേക്കാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അഡ്മിഷന്റെ സമയത്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത്. ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിവിടെ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക്
പെട്ടെന്ന് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. സോ നിങ്ങൾ ഈ ഒരു അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഓക്കെ ഇങ്ങനെയൊക്കെ ഈ ഒരു PDF പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്നില്ല. ഇൻ കേസ് ഇതിൽ എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അണ്ടർടേക്കിംഗ് എടുക്കാനായിട്ട് പറ്റും. സോ അതിന്റെ ഒരു ഫോർമാറ്റും ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു PDF താഴെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവരുടെ PG പ്രോസ്പെക്ടസിൽ പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു എക്സ്റ്റേണൽ ലിങ്കിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഓക്കെ കൊടുക്കുക, ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ സമർത്ഥ് പോർട്ടലിലെത്തും. അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എന്താണോ CUET PGക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് തന്നെ, അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ റോൾ നമ്പർ CUET PGയുടേതും വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങളുടെ കൺസെന്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ക്യാപ്ച കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിൻഡോയിലേക്കാണ്. അത് നമ്മൾ സമർത്ഥ് പോർട്ടലാണ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്കും ആ ഒരു പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് സെയിം ആണ്. സോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ചിലപ്പം ആ ഒരു സ്ലൈഡ് ഡിഫറൻസ് വന്നേക്കാം. ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തായാലും ഈ ഒരു ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു വിൻഡോയിലൂടെ ആയിരിക്കും നിങ്ങൾ അടുത്തൊരു സ്റ്റേജിലേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് പ്രോഗ്രാമിനാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ അപ്പം മാസ്റ്റേഴ്സ് കൊടുക്കുക. അതേപോലെ ഇവിടെ ഇപ്പം ഏത് MA ഹിസ്റ്ററി ആണെങ്കിൽ MA ഹിസ്റ്ററി എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് പിന്നെ അക്കാഡമിക്, പിന്നെ ആ ഒരു രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ CUET PGക്ക് നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളോട് ഇവിടെ പേര്, അതേപോലെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, ജെൻഡർ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്, നാഷണാലിറ്റി, ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ ഫോൺ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് കൊടുക്കുക. അതേപോലെ നിങ്ങളുടെ കാറ്റഗറി, അപ്പം എക്സ്പയർഡ് ആയിട്ടില്ല നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, അതേപോലെ അതിൻ്റെ ഇഷ്യൂയിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങളോട് പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കും. ചില സമയങ്ങളിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് മുൻപ് ഇവിടെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുള്ളത്. ഫാമിലി ഡീറ്റെയിൽസ് ചോദിക്കും, നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെ പേര്, അതേപോലെ അതിന് ക്വാളിഫിക്കേഷൻ, പിന്നെ അവരുടെ ഒക്യുപ്പേഷൻ എന്താണ്, മൊബൈൽ നമ്പറൊക്കെ ചോദിക്കും. ഇപ്പോൾ ഓഫീസ് അഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പം റെഡ് ഒരു ആസ്റ്റർ മാർക്ക് കാണും, അപ്പം അത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ അത് എന്തായാലും ഫില്ല് ചെയ്തിട്ട് പോവുക. ഓക്കെ, പിന്നെ എമർജൻസി കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ നിങ്ങളോട് ഫാമിലി ഇൻകം ചോദിക്കുന്നുണ്ട്. അപ്പം മോർ ദാൻ 8 lakh ആകുന്ന സമയത്ത് OBC NCL കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർക്കത് റിജക്റ്റ് ആയി പോവാറുണ്ട്. സോ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫാമിലി ഇൻകം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം കാറ്റഗറി കൊടുക്കുക. പിന്നെ ബാങ്ക് ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞു, നമ്മൾ ഇൻ കേസ് ഏതെങ്കിലും ഒരു സമയത്ത് വിഡ്രോ ചെയ്യണം, നമ്മുടെ സീറ്റ് ക്യാൻസൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ആ റീഫണ്ട് എമൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, മൈൻഡിൽ വെച്ചിട്ട് നിങ്ങളുടെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഇത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുന്നത് കാറ്റഗറി അല്ലെങ്കിൽ കോട്ടയാണ്. ഇതിൽ നമ്മളോട് NCCക്ക് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ NSSന് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ഗേൾ ചൈൽഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണോ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതല്ലാതെ PWD കാറ്റഗറി ആണോ എന്ന് ചോദിക്കുമ്പോൾ നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ യെസ് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോകുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസിലാണ്. അപ്പോൾ അക്കാഡമിക് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മളോട് പറയുന്നുണ്ട്. അത് എൻഷുർ ചെയ്യാൻ വേണ്ടി അവർ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രം 10th to ഗ്രാജുവേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇയർ ഓഫ് പാസിംഗ് എത്രയാണ്, അതേപോലെ എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, അതേപോലെ നിങ്ങൾ ഡിസ്റ്റിങ്ഷൻ ആണോ, ഫസ്റ്റ് ക്ലാസ് ആണോ, നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം, അതേപോലെ ബോർഡ് ഏതാണ്, അതിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് രജിസ്ട്രേഷൻ നമ്പർ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മളോട് +2 ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. +2 ഇതേപോലെ തന്നെയാണ് ചോദിക്കുന്നത്. ചില സമയങ്ങളിൽ അവർ മാത്സ് പഠിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. ഉണ്ടെങ്കിൽ അതായത് യെസ് സയൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ആ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. പിന്നെ +2ന്റെ പ്രത്യേകത, +2യുടെ സബ്ജക്റ്റുകൾ വെച്ചിട്ട് അവർ ടോട്ടൽ മാർക്ക്, അതേപോലെ ഒപ്റ്റൈൻഡ് മാർക്ക് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്. സോ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
പിന്നെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ നിങ്ങൾ ഗ്രാജുവേഷനിലേക്ക് എത്തി. ഓക്കെ, അവിടെ നിങ്ങൾ ഈ പ്രാവശ്യം എക്സാം പാസ്സാവും, അതായത് ഇതാണ് നമ്മുടെ ഫൈനൽ ഇയർ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2026 ഇവിടെ കൊടുക്കുക. എന്നിട്ട് അപ്പിയർഡ് അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഫില്ല് ചെയ്തിട്ട് നിങ്ങളോട് ചില സമയത്ത് ചോദിക്കും ഹോണേഴ്സ് ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. പിന്നെ നിങ്ങളോട് ആ സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ട് കൺഫേം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇനി അത് കറക്റ്റ് ആണ് എന്നുള്ളത് ഒന്നും കൂടെ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അപ്ലോഡ് ചെയ്യാനാണ് പറയാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവർ പറയുന്ന ഫോർമാറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. JPG അല്ലെങ്കിൽ JPEG, അതേപോലെ PDF ഫോർമാറ്റ് പറയുമ്പോൾ ആ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്യാം. അവിടെ നമ്മുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ നമ്മുടെ മാർക്ക് ഷീറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ്, ഇങ്ങനത്തെ പിന്നെ ഡോക്യുമെന്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വെച്ചിട്ട് തന്നെ എന്താണ് ഇത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ കംപ്രസ് ചെയ്യാൻ പറ്റും അല്ലേ ഗൂഗിളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ കംപ്രസ് ചെയ്തിട്ട് വെച്ചാലും മതി. ഫയൽ സൈസ് ഒക്കെ അവർ പറയും 10 KB to 500 KB ആണ് അതിൻ്റെ ലിമിറ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ഫയൽ സൈസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കോർ കാർഡും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ടതുണ്ട്. CUETയുടെ അഡ്മിറ്റ് കാർഡും സ്കോർ കാർഡും കൂടെ സബ്മിറ്റ് ചെയ്യണം. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രിവ്യൂലേക്ക് പോകും. ഓക്കെ, പ്രിവ്യൂ കഴിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആ ഒരു ട്രാൻസാക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കൺഫർമേഷൻ കൊടുക്കണം. ഇത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ കൺഫേംഡ് ആണെങ്കിൽ ഒരു ഡിക്ലറേഷൻ വരും. ആ ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ കൺഫർമേഷൻ വന്നു. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. സോ നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ CUPBയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സ് വരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള നിങ്ങളുടെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പിന്നീട് എന്തായിരിക്കും, നമ്മുടെ വെബ്സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും അല്ലാണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ആപ്ലിക്കേഷൻ മെത്തേഡ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.